ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അനുസരിച്ച് PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിൻ്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ഒരു വളരെ ഭരണപരിഷ്കാര നടപടികളുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസറെ. ഫയലുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഫയലുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് ഇല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇതനുസരിച്ച് ഒരു ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയും എല്ലാ ഭരണവകുപ്പിൻ്റെയും സെക്രട്ടറിയുടെ പ്രധാന സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലപ്പെടുത്തേണ്ടതും നയപരമായ തീരുമാനങ്ങൾ, പുതിയ സേവനങ്ങൾ, വിശാലമായ സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്ക് മാത്രമായി ധനകാര്യ വകുപ്പിനെ സമീപിക്കുന്നതും നിർദ്ദേശിക്കും. ധനകാര്യ വകുപ്പ് സത്യത്തിൽ കയ്യിലുള്ള കുറേ അധികാരങ്ങൾ കൂടി താഴെയുള്ള വകുപ്പുകളിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാണ്. നടപടിക്രമങ്ങൾ സുഗമമാക്കാൻ വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമതൊരു കാര്യം തീരുമാനമെടുത്തത് നമ്മുടെ പൊതുസംഭരണമുണ്ട്, പ്രൊക്യൂർമെൻറ്റ്. ഇതിൻ്റെ മാനുവൽ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട മാനുവലാണ്. ഇന്നത്തെ കാലത്ത് പ്രൊക്യൂർമെൻറ്റ് മാറി പ്രൊക്യൂർമെൻ്റായി മാറിയത് നമ്മുടെ മാനുവൽ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ വകുപ്പ് പ്രകടിപ്പിച്ച ജനറൽ ഫിനാൻഷ്യൽ റൂൾസും മാർഗനിർദ്ദേശങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം. പക്ഷെ നമ്മുടെ മാനുവൽ വേറെയാണ്, കാലഹരണപ്പെട്ട മാനുവലാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പുതിയ സംവിധാനം, ഒരു പ്രൊക്യൂർമെൻ്റ് ഉൾപ്പെടെയുള്ള കാലത്ത് പൊതുസംഭരണത്തിന് സർക്കാർ സംഭരിക്കുന്നത് വർക്കുകളും ആ പൊതു പ്രൊക്യൂർമെൻറ്റിൻ്റെ ഭാഗമാണ്. പണ്ട് സിവിൽ വർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വർക്കുകൾ, വിവിധ വകുപ്പുകളുടെ സംഭരണം, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത്, ടൂറിസം, IT, ഹയർ എഡ്യൂക്കേഷൻ, വാട്ടർ റിസോഴ്സസ് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപസമിതിയാണ്. ഇവർ കൃത്യമായിട്ട് ഓരോ വകുപ്പിലെ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയും സംഭരണം, ഒരു പ്രൊക്യൂർമെൻ്റ് നടക്കുന്നത് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വേഗത്തിൽ നടത്താനും ട്രാൻസ്പെറൻ്റായി, സുതാര്യമായി നടത്താനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഈ സർക്കാരിൻ്റെ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മ പരിപാടികൾ ജൂലൈ 1 മുതൽ നടപ്പാക്കും. 100 ദിവസത്തേക്ക്, ജൂലൈ 1 മുതൽ 100 ദിവസത്തേക്ക് നടപ്പാക്കും. തർക്കങ്ങൾ കൊണ്ട് നിലനിന്നിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 പേരുമായി ബന്ധപ്പെട്ട എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവിലെ വിഷയം ഈ സർക്കാർ വന്ന് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അത് ഭംഗിയായി അത് പരിഹരിച്ചു. ഭൂവുടമയും അവരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അവർക്ക് 7 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കൊടുക്കും. അതേ ഭൂമിയിൽ, തർക്കഭൂമിയിൽ തന്നെ അവർക്ക് 5 സെൻറ്റ് വീതം ഭൂമി കിട്ടി. അവർക്കൊരു പൊതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊതുവഴി പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കും. രമ്യമായ പരിഹാരം. നിങ്ങൾക്കറിയാം,
ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് 15ാമത്തെ റിക്കവറി നടപടി നടന്നത്. കുറേ ആളുകളൊക്കെ അവിടെ പോയി സമരമൊക്കെ ചെയ്ത് 14 പ്രാവശ്യം ഈ റിക്കവറി നടപടി നടന്നിട്ട് ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല. ഞങ്ങളുടെ മുമ്പിൽ ആദ്യം ഈ കേസ് വന്നപ്പോൾ തന്നെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. AGയെ കോടതിയിൽ ഹാജരാക്കി, AGയോട് നിർദ്ദേശം കൊടുത്ത് 2 ആഴ്ചത്തെ സമയപരിധി കോടതിയിൽ നിന്ന് വാങ്ങിച്ച് 2 കൂട്ടരുമായി നിരന്തരമായി സംസാരിച്ച് അത് ഒത്തുതീർപ്പിലെത്തിച്ച് എഗ്രിമെൻ്റ് വെച്ച് ആ എഗ്രിമെൻ്റ് കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്ന് മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവിടുത്തെ ഫിനാൻസിന്റെ അനുമതിയോടുകൂടി എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2024 തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. 2024 അതടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റാണ് ഒപ്പുവെച്ചത്, ഞങ്ങളല്ല ഒപ്പുവെച്ചത്. ഇപ്പോ ഗവൺമെന്റ് എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയണത്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. വേറെ ചോദിക്കും. അല്ലല്ലേ, പദ്ധതിയിൽ നമ്മൾ തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം ഓൾറെഡി എഗ്രിമെന്റ് വെച്ചു. അതിന്റെ ലീഗൽ സ്റ്റേറ്റസ് എന്താണ്? നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ബാധിക്കാതെ. ഇപ്പൊ NEP-യെ കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി. കേരളത്തിൽ ഹയർ സെക്കൻഡറിയിലെ 12 വിഷയങ്ങൾ NCERT ആണ് കൊടുക്കുന്നത്. 40 വിഷയങ്ങൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NEP നേരത്തെ അങ്ങനെ തന്നെയാണ് നേരത്തെ നടപ്പാക്കി തുടങ്ങി NEP-യുടെ. അല്ല, അതിന് ഓൾറെഡി ഒരു സർക്കാർ എഗ്രിമെന്റ് വെച്ചതാണ്. അതിന് നിയമപരമായ നടപടിക്രമങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്, നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് എഗ്രിമെന്റ് വെച്ചതാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചതാണ്. ഞാൻ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് വരെ വായിക്കാം. ധനകാര്യ വകുപ്പിന്റെ ആ കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുത്ത് ഫിനാൻഷ്യൽ ക്ലിയറൻസ് കൊടുത്തു. എല്ലാ ക്ലിയറൻസും കൊടുത്തിട്ടാണ് ഗവൺമെന്റ് പോയിട്ട് ഒപ്പുവെച്ചത്. എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു. ഞങ്ങൾ വിവിധ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി ഇതിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് കൂടി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജോയിന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തൊടാത്ത രീതിയിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ തീരുമാനം എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും ഒപ്പുവെച്ചു. അവരെന്താ പറഞ്ഞിരുന്നത്? അവര് ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്നാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നത്. ഒപ്പുവെക്കില്ല. ഞങ്ങൾ എന്തിനാ എതിർത്തത്? നിങ്ങൾ അന്നത്തെ എൻ്റെ മറുപടി കേട്ടു നോക്ക്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു. ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത്, 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട് പണം. ഇപ്പം 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. ഈ പണം എന്ന് പറയുന്നത് കേന്ദ്രം നൽകുന്ന ഔദാര്യമല്ലല്ലോ. ഈ പണം നമ്മൾ ഈ പണം നമുക്ക് വേണ്ടേ? നമ്മൾ കൊടുക്കുന്ന GST-യുടെ പകുതി കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരാണ്.
കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന GSTയുടെ പകുതി, ഇവിടുന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് മുഴുവനായി കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അത് അവർ നൽകുന്ന ഔദാര്യമല്ല. ഒരു കാരണവശാലും ഒരു വർഗീയ അജണ്ടയോ ഒരു കമ്മ്യൂണൽ അജണ്ടയോ നടപ്പാക്കാൻ സമ്മതിക്കാതെ കരിക്കുലത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം കള്ളപ്രചരണങ്ങളാണ് സർക്കാർ വന്ന് 1 മാസം ആകുന്നതിന് മുമ്പ് മുഴുവൻ നടത്തിയത്. വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു. ഞാൻ വിമർശിച്ചു. തെറ്റാണ്. വൈസ് ചാൻസലർമാരുടെ പദവിക്ക് ചേർന്നതല്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ പരിപാടിയിൽ പോയി പങ്കെടുത്ത് ഞാൻ വിമർശിച്ചു. വിമർശനം മാത്രം പോരാ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തു. അത് തെറ്റാണെന്ന് പോലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 4 വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ട് അത് തെറ്റ്, ഞാൻ പറഞ്ഞതുപോലെ ആശയപരമായിട്ടുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് ഗുരുതരമായ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വിമർശിക്കുകയാണ്. അന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രി. മാത്രമല്ല അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിച്ചു. ഒരു പരിപാടിയിൽ വൈസ് ചാൻസലർമാർ പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊരു വൈസ് ചാൻസലർ CPM അനുഭാവിയായിട്ടുള്ള ഒരാളായിരുന്നു. CPM സംഘടനയുടെ നേതാവായിരുന്ന ഒരാൾ ആ വൈസ് ചാൻസലർമാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു RSS പരിപാടിയിൽ പങ്കെടുത്തത്. അതിനെ വിമർശിച്ചില്ല എന്നും മാത്രമല്ല അതിനെ ന്യായീകരിക്കൂടെ. ഒരു തെറ്റുമില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഒന്നും മറന്നുപോകരുത്. എന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം, വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എന്താണ് ഗവൺമെന്റിന്റെ അധികാരം നമുക്കറിയാലോ. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യും. നിയമങ്ങൾ കൊണ്ടുവരണം മന്നം. എന്തെല്ലാം കള്ളപ്രചരണം നടക്കുന്നത്. ഇതൊരു കള്ളപ്രചരണം. രണ്ടാമത്തത് എന്താണ്, തൂഫാൻ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ സ്റ്റാഫിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചൊരാളെ സ്റ്റാഫാക്കി. പച്ചക്കള്ളല്ലേ പ്രചരിപ്പിച്ചത്. അങ്ങനത്തെ ഒരാളെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. ഇപ്പോഴും വെച്ചിട്ടില്ല, അതിനു മുമ്പും വെച്ചിട്ടില്ല, ഒരു സമയത്തും വെച്ചിട്ടില്ല. ഞാനും ആഭ്യന്തരമന്ത്രിയും കൂടി ഇരുന്ന് ചിരിക്കുക. കാരണം അദ്ദേഹം തരുന്ന പ്രപ്പോസൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് വന്നത്. അങ്ങനെ ഒരു പ്രപ്പോസൽ അദ്ദേഹം തന്നിട്ടുമില്ല, ഞങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുമില്ല. ഇല്ലാത്ത കഥ. മനസ്സിലാക്കിക്കണം. ഇതൊന്നും അല്ല. എന്നിട്ട് കുറെ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുക. മനസ്സിലായില്ലേ? പിന്നെ KSRTCയിൽ ചരിത്രപരമായ വിപ്ലവകരമായ ഒരു പരിപാടി സൗജന്യ യാത്ര നടപ്പാക്കി ഇല്ലേ? ആ സൗജന്യ യാത്ര നടപ്പാക്കിയപ്പോൾ സിറ്റി ബസ്, ഓർഡിനറി ബസ്സെല്ലാം സിറ്റി ബസ്സാക്കി മാറ്റിയെന്നും പറഞ്ഞു വ്യാജ പ്രചരണം നടത്തി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ്, സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. സിറ്റി ഫാസ്റ്റ് ഇപ്പോൾ പല സൗകര്യത്തിനും വേണ്ടി തിരുവനന്തപുരത്ത് ഓർഡിനറി ആക്കിക്കൊണ്ടിരിക്കുക. സിറ്റി ഫാസ്റ്റ് കള്ളപ്രചരണം. അതിൻ്റെ ഗ്രേസ് കളയാൻ വേണ്ടി കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു വിപ്ലവകരമായ പദ്ധതിയുടെ ഗ്രേസ് കളയാൻ വേണ്ടി പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. പച്ചക്കള്ളം. ഓർഡിനറി ബസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്പർ കുറയ്ക്കാൻ വേണ്ടി. ഇന്നലെ കണക്ക് വന്നല്ലോ, എത്ര ലക്ഷം പേരാണ് അതിൽ യാത്ര ചെയ്തതെന്ന്. ആവേശഭരിതരായി. എണ്ണം കൂടിയിട്ടല്ലേ യാത്ര ചെയ്തത്, എണ്ണം കുറഞ്ഞില്ലല്ലോ, കൂടുതലേ ചെയ്ത്. ഇന്നലത്തെക്കാളും കൂടുതൽ ആളുകളല്ലേ ഇന്ന് യാത്ര ചെയ്തത്. നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു വാർത്ത, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഫീസ് കൂട്ടി UDF സർക്കാർ വന്ന ഉടനെ തന്നെ വ്യാപകമായ പ്രചരണം. ഫെബ്രുവരിയിൽ കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത്. എഴുതി വെച്ചോ, കഴിഞ്ഞ സർക്കാരാണ് കൂട്ടിയത് ഫെബ്രുവരിയിൽ. ഞങ്ങളല്ല കൂട്ടിയത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 1 രൂപ കൂട്ടിയിട്ടില്ല. ഇടുക്കിയിൽ ഒരു ഇക്കോളജിക്കൽ സോൺ പ്രഖ്യാപിച്ചു, പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. ഉടനെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയാണ്, VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്ന ഉടനെ ഇടുക്കിയിൽ പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചു. എനിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണം നടത്തിയത് PRDയിലെ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തുകൊണ്ടാണ്. സർക്കാർ ചെലവിലാണ് പ്രതിപക്ഷത്തിനെതിരായി അന്ന് വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയത്. അതെല്ലാം ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഇരുന്ന് തുടങ്ങുന്നതിന് മുമ്പേയുള്ള വ്യാജമായ പ്രചരണങ്ങളുടെ 1/2 ഡസൻ വ്യാജ പ്രചരണങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്.
അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു, ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു, ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പം ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേതല്ല. ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്താണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ, മുഖം മൂടിയാണ് CPMന്റെ അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്.